നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സ് തല ധോണിയുടെ CSK 2023 ചാമ്പ്യൻസ് 2024 RCBയുമായിട്ട് വളരെ വാശിയേറിയ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ചെന്നൈ ചെപ്പോക്കാണ് ഇവരുടെ പവർ ഹൗസ്. അതായത് IPL ഏറ്റവും കൂടുതൽ ഹോമിൽ വിൻ പെർസെൻറ്റേജ് ഉള്ളൊരു ടീമാണ് CSK. ഹോമിലെ കണ്ടീഷൻസ് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടീമുമാണ് CSK. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയായിരുന്നു. 7 ഹോം മാച്ചുകളിൽ 5 ഹോം മാച്ചും CSK ജയിച്ചു. പക്ഷേ ഇവർക്ക് പ്രശ്നം പറ്റിയത് 7 എവേ മാച്ചുകളിൽ 5 മാച്ചുകളും തോറ്റു എന്നിടത്താണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം ഓപ്ഷനിൽ വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ടീമിനെയാണ്, അതായത് സ്ക്വാഡിനെയാണ് ചെന്നൈ വിളിച്ചെടുത്തിരിക്കുന്നത്. ഹോം കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂർ അഹമ്മദിനെ പോലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഒന്നുകൂടെ ശക്തിപ്പെടുത്തി. അതുപോലെ തന്നെ എവേ മാച്ചുകളിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസും ഇവരുടെ സ്ക്വാഡിൽ വരുത്തിയിട്ടുണ്ട്. ഓൾറൗണ്ടേഴ്സിൻ്റെ ഒരു ബഹളം തന്നെയാണ് ഇപ്രാവശ്യം CSKയുടെ സ്ക്വാഡിൽ. അതായത് സാം കറനെ കൊണ്ടുവന്നു, വിജയ് ശങ്കറിനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഓവർട്ടണിനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബാക്കപ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവരുടെ ഒരു പ്ലേയിങ് 11 ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. CSK സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം രച്ചിൻ രവീന്ദ്രയും കോൺവേയും ഒരുമിച്ച് കളിപ്പിക്കണോ അതോ ഏതെങ്കിലും ഒരാളെ മാത്രം കളിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ എൻഡിൽ കുറച്ച് കോംപ്രമൈസസ് CSKക്ക് വരുത്തേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ 11 ഒരാളുടെ പേരെ ആഡ് ചെയ്തിട്ടുള്ളൂ. രച്ചിൻ രവീന്ദ്ര ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ്, അസാധ്യ ഫോമിലാണ്. ബാറ്റിങ്ങിലായാലും അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്നതുകൊണ്ട്. കോൺവേയുടെ ഫോം റീസെൻ്റ്ലി അത്ര നന്നായിട്ടല്ല പോകുന്നത്. പക്ഷേ CSK സംബന്ധിച്ച് കോൺവേ ഭയങ്കര കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. സോ CSK ആ ഒരു ഇത് വെച്ചിട്ട് കോൺവേ തന്നെ കളിപ്പിക്കുമോ അതോ ഇവരെ രണ്ടുപേരും കളിപ്പിക്കുമോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ ഇതിൽ ഒരാളെ ആഡ് ചെയ്തിട്ടുള്ളൂ ഈ 11. നമ്പർ 3 ത്രിപാഠിയാണ്. രഹാനയുടെ റോളാണ് ചെയ്യാൻ പോകുന്നത്. CSKയിലേക്ക് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ അസാധ്യ പെർഫോമൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ത്രിപാഠിയും CSKയിൽ ഇപ്രാവശ്യം വന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ത്രിപാഠി ശരിക്കും പറഞ്ഞ ഒരു അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, ഒരുപാട് കാലിബർ ഉള്ളൊരു പ്ലെയറാണ്. ചെന്നൈയിൽ വന്നാൽ ഡെഫിനറ്റ്ലി ത്രിപാഠി പെർഫോം ചെയ്യും. അതാണ് ചരിത്രം പറയുന്നത്. പല പ്ലേയേഴ്സ് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്പർ 4 ശിവം ദുബെ, സ്പിൻ ബാഷർ. സ്പിന്നിനെ മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് പേസ് ബോളിംഗ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. CSK സംബന്ധിച്ച് കഴിഞ്ഞ കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ബാറ്റ്സ്മാനാണ്. ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചെന്നൈ സംബന്ധിച്ച് ശിവം ദുബെ സ്പിന്നേഴ്സിനെതിരെയുള്ള ഒരു വജ്രായുധമാണ്. അത് ഈ വർഷവും എഫക്റ്റീവായിട്ട് തന്നെ ചെന്നൈ യൂസ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ വിജയ് ശങ്കർ, 3D പ്ലെയർ, തമിഴ്നാടിൻ്റെ പ്ലെയറാണ്. പുള്ളിയെ സംബന്ധിച്ച് ഇത് ഹോം കമ്മിങ് ആണ്. ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി പെർഫോം ചെയ്യും. ജഡേജ CSKയുടെ തളപതി, അതായത് CSKയുടെ ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ. ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്ലെയർ. പിന്നെ MS ധോണി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വേണ്ടപ്പോൾ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് ഒരു ഷോ നടത്തിയിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. ഫാൻസിനെ ഹാപ്പി ആക്കാനുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സാഹചര്യത്തിൽ പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. പരുക്കും ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് പുള്ളി മാക്സിമം വലിഞ്ഞ് ബാക്കിലേക്ക് നിൽക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഫിനിഷിങ്ങിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ചെന്നൈ സംബന്ധിച്ച് ക്രൂഷ്യലാണ് MS ധോണിയുടെ റോള്. ഈ ഒരു പ്രായത്തിൽ പുള്ളിയെ കൊണ്ട് അത് എത്രത്തോളം പറ്റുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ക്യാമിയോ ഇന്നിങ്സുകൾക്കാണ് സാധ്യത കൂടുതൽ. മുകളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പുള്ളി ഒരു ബാക്കപ്പ് പോലെ ബാക്കിലേക്ക് വലിഞ്ഞു നിൽക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ ക്യാൻ ബാറ്റ്. അതിന് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഈ രച്ചിൻ രവീന്ദ്രയും അതുപോലെ തന്നെ കോൺവേയും ഒരുമിച്ച് കളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇമ്പാക്ട് സബ്ബായിട്ട് സാം കറനെയോ നാഥൻ എല്ലിസിനെയോ ഒക്കെ കളിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓവർസീസ് പ്ലെയേഴ്സിനെ ഇമ്പാക്ട് സബ്ബായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാറ്റിങ്ങിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അത്ര ഒരു എക്സ്പ്ലോസീവായിട്ട് തോന്നത്തില്ല ഒറ്റ നോട്ടത്തിൽ. പക്ഷേ ഋതുരാജ് ഗൈക്വാഡ് ആയാലും രച്ചിൻ രവീന്ദ്ര ഇപ്പോൾ ഉള്ള ഫോമിലായാലും അതിനുശേഷം ത്രിപാഠി ആയാലും താഴോട്ട് വരുമ്പോൾ എല്ലാവർക്കും നമുക്കൊരു വിസിബിളി എക്സ്പ്ലോസീവായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ക്വാളിറ്റി ബാറ്റ്സ്മാൻമാരാണ്. അപ്പോൾ ഒരു ടോപ്പ് ഓർഡറിൽ ഇവർക്ക് പ്രശ്നമില്ല. മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ ശിവം ദുബെ ഉണ്ട്, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ജഡേജ ഉണ്ട്. ഇപ്പോൾ ഒരു ഓവർസീസ് ഫിനിഷറോ അല്ലെങ്കിൽ ഓവർസീസ് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാനോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഇമ്പാക്ട് സബ്ബായിട്ട് സാം കറനെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ അത് പരിഹരിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനിഷർ. അതായത് ബിഗ് ഹിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ധോണി തന്നെ ആ ലോവർ എൻഡിൽ വിചാരിക്കണം. അല്ലാതെ ഇവർക്ക് ഇപ്പോൾ ജഡേജയുടെ ഒരു കളി നമുക്കറിയാം, അത്ര വലിയ ബിഗ് ഹിറ്റർ അല്ല എങ്കിൽ ഹാൻഡിയാണ്. ആവശ്യമുള്ള സമയത്തെല്ലാം റൺ അടിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ബിഗ് ഹിറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ബിഗ് ഹിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ധോണി തന്നെ വിചാരിക്കേണ്ടി വരും ആ ഒരു ലോവർ എൻഡിൽ. അത് മാത്രമാണ് ഇവരെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ ഒരു ചെറിയൊരു പ്രശ്നം. അതൊരു പ്രശ്നമല്ല, കാരണം ഇവരുടെ ഒരു ഗെയിം പ്ലാൻ അനുസരിച്ച് അതൊരു വലിയ പ്രശ്നമായിട്ട് വരില്ല.
കാരണം ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് കളിക്കുന്ന പോലുള്ള അങ്ങനെയുള്ളൊരു എക്സ്പ്ലോസീവ് ക്രിക്കറ്റ് അല്ല ഇവർ കളിക്കുന്നത്. ഇവർക്ക് ഇവരുടേതായ രീതിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കളിക്കാനായിട്ട് ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ ധാരാളമാണ്. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ സാം കറന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ദീപക് കൂടയ്ക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇമ്പാക്ട് സബ്ബായിട്ട് വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബോളിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പവർ പ്ലേ ബോളിംഗ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഖലീൽ അഹമ്മദും അതുപോലെ തന്നെ വിജയ് ശങ്കറും കൂടിയായിരിക്കും. ഷർദുൽ താക്കൂർ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരിക്കും വിജയ് ശങ്കറിന് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നൂർ അഹമ്മദും പവർ പ്ലേയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. പിന്നീട് മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ അശ്വിൻ ജഡേജ കോംബോ ഉണ്ട്. അവർ അവിടുന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 ഓവറൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പത്രാന വരും. പത്രാനയ്ക്ക് ഒരു സൈഡിൽ നിന്ന് എറിഞ്ഞു തുടങ്ങാൻ പറ്റും ഏറ്റവും അവസാനം ഡെത്ത് വരെ. ഇനി നമ്മൾ പറഞ്ഞ പോലെ എവേ കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ നാഥൻ എല്ലീസിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവാണ്. കാരണം നാഥൻ എല്ലീസ് നല്ല ഫോമിലാണ് വരുന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് വന്നിറങ്ങിയ ഒരു ബോളറാണ്. അപ്പോൾ നാഥൻ എല്ലീസ് ചെന്നൈയുടെ കണ്ടീഷൻസിലും വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ എവേ പോകുമ്പോഴും എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഒരുപാട് വേരിയേഷൻസ് ഉള്ള ബോളറാണ്. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള മാച്ചിൽ തന്നെ അവസാനം അതിക്ക് വേണ്ടി അടിക്കുമ്പോൾ കുറച്ചൊക്കെ റെസിസ്റ്റ് ചെയ്തത് നാഥൻ എല്ലീസാണ്. അസാധ്യ വെറൈറ്റി ഉണ്ട്. നൂർ അഹമ്മദ് ഒരു ലെഫ്റ്റ് ഹാൻഡർ ചൈനമാൻ ബോളർ. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലീസും കൂടെ വന്നപ്പോഴത്തേക്ക് ആ ഏരിയയും സ്ട്രോങ് ആയിട്ടുണ്ട്. ഓൾറെഡി പത്രാനുണ്ട്. ഇനി സ്പിന്നിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രച്ചിൻ രവീന്ദ്രയുണ്ട്. ഓൾറെഡി ഉള്ള അശ്വിൻ ആൻഡ് ജഡേജ അത് തന്നെ ഒരു സ്ട്രോങ്ങസ്റ്റ് കോംബോ ആണ്. അശ്വിൻ ഹോം കമ്മിങ് ആണ്. അശ്വിൻ ചെന്നൈയിലേക്ക് വരുമ്പോഴത്തേക്ക് ചെന്നൈയിലെ സ്പിൻ കണ്ടീഷൻസിലെ അശ്വിൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. വിജയ് ശങ്കറിനെയൊക്കെ ചിലപ്പോൾ അഴിച്ചു വിടുന്നത് കൊണ്ട് തന്നെ ഒരു ചെന്നൈക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ, ഒരു റോൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ത്രിപാഠി ആയാലും ശരി വിജയ് ശങ്കർ ആയാലും ശരി പ്രോപ്പറായിട്ട് ഒരു റോൾ അവർക്ക് കൊടുത്തിട്ട് അഴിച്ചു വിടും. അപ്പോൾ അവരുടെ പെർഫോമൻസ് വേറെ എവിടെയും കാണാത്ത പെർഫോമൻസ് ചെന്നൈയിൽ കാണാൻ പറ്റും. അതാണ് ഒരു ചെന്നൈയുടെ ടീം അറ്റ്മോസ്ഫിയർ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ചെന്നൈ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര ഈ ഒരു ഫോമിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ കണ്ടൊരു രച്ചിൻ രവീന്ദ്രയാണ് ഇവിടെ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെന്നൈയെ സംബന്ധിച്ച് ഫയർ ആയിരിക്കും ആ ഒരു ടോപ്പ് ഓർഡർ. റിസോഴ്സിൻ്റെ ഒരു ധാരാളത്വമാണ് CSKക്ക് ഈ പ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യം ഇത് ടോപ്പ് 4 ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻസിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതേണ്ടി വരും. കാരണം ഈ ഒരു ടീം ധോണിയിലേക്ക് കിട്ടിയാൽ ഞാൻ എഴുതി തരാം ഒരു ടോപ്പ് 2-ലുണ്ടാവും ഈ ടീം. അത്രയ്ക്ക് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള, അത്ര വെർസറ്റൈൽ ആയിട്ടുള്ള, അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് ചെന്നൈക്ക് ഇപ്രാവശ്യം ഉള്ളത്. അതുകൊണ്ട് എനിക്ക് 100% ഇത് ടോപ്പ് 4 കയറുമെന്ന് തന്നെ വിശ്വാസമുണ്ട്. ഇനി അഥവാ കയറിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതേണ്ടി വരും. എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇനി മറ്റൊരു ടീമിൻ്റെ പ്രിവ്യൂമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.